Voice of Marketing, in touch with positive people. വോയിസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അതിനെ എങ്ങനെ കസ്റ്റമറെ അടുത്ത് സമീപിക്കണം, പ്രൈസ് കൂടുമ്പോൾ ആ കസ്റ്റമറെ എങ്ങനെ മാനേജ് ചെയ്ത് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, വിൽക്കാൻ സാധിക്കണം. ആ ഒരു ചെറിയ ഏരിയയെ കുറിച്ചിട്ട് ഒരു ചെറിയ എപ്പിസോഡാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വില കൂടുതലാണെന്ന് പറയുമ്പോൾ അതിന് ഏത് രീതിയിൽ അതിനെ ഡീൽ ചെയ്യണം? ആദ്യം വില കൂടുതലാണെന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഫ്രസ്ട്രേഷൻ, പ്രശ്നങ്ങൾ ഒന്ന് അവതരിപ്പിക്കട്ടെ. അതുവരെ നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാം, ലിസൺ ചെയ്യാം. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്? പ്രൈസ് കൂടുതലാണ്, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ നിരത്താൻ പോകുന്നത്? വളരെ സൂക്ഷ്മതയോടെ, വളരെ ശ്രദ്ധയോടെ, സ്മൈലോടെ അദ്ദേഹത്തിൻ്റെ ഫേസിലേക്ക് നോക്കി അത് കേട്ടുകൊണ്ടിരിക്കുക. ടെലഫോണിക്കലാണെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഒരു കോള് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അത് വളരെ ശ്രദ്ധാപൂർവം ഒരു ചെറിയ മൂളിച്ചൊക്കെ കൊടുത്ത് യെസ്, ഓക്കെ സാർ, അങ്ങനെ പറഞ്ഞ് അത് കേട്ടിരിക്കാനുള്ള, ലിസൺ ചെയ്യാനുള്ള മനോഭാവം നമ്മൾ ആദ്യം വളർത്തിയെടുക്കണം. നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ കേട്ടിരിക്കുമ്പോൾ അവിടെ ഒരു മാനസികമായ ഒരു അടുപ്പം ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്, ഒരു കൺസിഡറേഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്, ഒരു റെസ്പെക്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് ആകാംക്ഷയോടെ കേട്ടിരിക്കാനുള്ള ഒരു മനസാന്നിധ്യത്തിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങളെ ഞാൻ പരിഗണിക്കുന്നു. അത് എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ശ്രദ്ധാപൂർവം ഐ കോണ്ടാക്റ്റോടെ നിങ്ങളെ പരിഗണിച്ചുകൊണ്ട് അത് കേട്ടിരിക്കാൻ ആദ്യം ശ്രമിക്കുക. കേട്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും അങ്ങോട്ട് കയറി സംസാരിക്കാതെ പൂർണ്ണ മനസ്സോടെ ലിസൺ ചെയ്യുക. ഒരു ലിസണിങ് എബിലിറ്റി എന്ന് പറയുന്നത് ഒരു സെയിൽസ് പേഴ്സണ് വേണ്ട ആദ്യത്തെ ക്വാളിറ്റിയാണ്. പ്രൈസിങ്ങിനെ കുറിച്ച് ഭയങ്കര പ്രശ്നങ്ങൾ അയാൾ അവതരിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് അത് ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ലിസൺ ചെയ്യുക. അടുത്തതെന്താ? ആ പറഞ്ഞ കാര്യങ്ങളെ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. ആരക്സെപ്റ്റ് ചെയ്യണം? എന്നോട് വില കൂടുതലാണെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അത് കേട്ട ശേഷം ശരിയാണ്, വില കൂടുതലാണ്, അത് അക്സെപ്റ്റ് ചെയ്യാം. കസ്റ്റമറുടെ അടുത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക ആദ്യം. അതിൽ തർക്കിച്ച് ജയിക്കാനല്ല നോക്കണം. നമ്മൾ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാനാണ് വന്നിരിക്കുന്നത്. ഈ പെന്നാണെങ്കിൽ ഈ പെന്ന് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ അയാളോട് തർക്കിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രൈസ് കൂടുതലാണ്, യെസ് ആണ്, പ്രൈസ് കുറച്ച് കൂടുതലാണ്. ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യുക. ഈ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നൊരു പ്രോസസ്സ്? സൈക്കോളജിക്കലി, മാനസികമായിട്ട് അവിടെ ഉണ്ടാകുന്നൊരു പ്രോസസ്സ്, അദ്ദേഹം അത്രയും നേരം ലിസൺ ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ അയാൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ആര് വിജയിച്ചിരിക്കുന്നു? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, അയാൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. വില കൂടുതലാണ് എന്ന് പറഞ്ഞ കാര്യം അയാൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, അയാൾ സമ്മതിച്ചിരിക്കുന്നു. യെസ്, ആര് ഹാപ്പിയായി? അത്രയും നേരം വളരെയധികം വോയിസ് എടുത്ത് സംസാരിച്ച് നമ്മളെ കൺവേർട്ട് ചെയ്ത് പ്രൈസ് കൂടുതലാണ് എന്ന കാര്യം പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചയാൾ സക്സസ് ആയിരിക്കുന്നു. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. യെസ്, പ്രൈസ് കൂടുതലാണ്. സാർ, പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞത് കോമ്പറ്റീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണോ? നമ്മുടെ കോമ്പറ്റീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണോ ഈ പ്രൈസ് കൂടി എന്ന് സാർ പറയുന്നത്? ഞങ്ങളുടെ കോമ്പറ്റീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണോ ഈ പ്രൈസ് കൂടി എന്ന് പറയുന്നത്? ഒരു ചോദ്യം, ചെറിയ ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ആ ചോദ്യം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. ഞങ്ങളുടെ പ്രൈസ് മാത്രമാണോ കൂടിയിരിക്കുന്നത്? അപ്പോൾ അവരുടെ ചിന്ത എങ്ങോട്ട് പോകും? അവരുടെ വിഷൻ എങ്ങോട്ട് പോകും? അവരുടെ വിഷ്വലൈസേഷൻ നമ്മളെപ്പോലെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന അതർ ബ്രാൻഡുകളിലേക്ക് അവരുടെ വിഷൻ പോകാൻ പോസിബിലിറ്റി ഒരു 99% ഉണ്ട് എന്ന റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക.
അപ്പോൾ എന്തായിരിക്കും നടക്കുന്ന പ്രോസസ്സ്? അപ്പോൾ അവർ പറയുന്നത് എന്തായിരിക്കും? ബ്രാൻഡ് തമ്മിൽ കമ്പയർ ചെയ്യാൻ നോക്കും. ബ്രാൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ബ്രാൻഡിനേക്കാൾ നമ്മുടെ ബ്രാൻഡിനുള്ള ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഏത് സ്ട്രാറ്റജിയാണ് അവരെക്കാൾ ബെസ്റ്റായിട്ട് നമുക്കുള്ളത്, അവരെക്കാൾ ബെസ്റ്റായിട്ടുള്ള സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു, ഞങ്ങളുടെ ഗ്യാരണ്ടി പോളിസി സ്ട്രോങ് ആണ്, ഞങ്ങളുടെ വാറണ്ടി പോളിസി സ്ട്രോങ് ആണ്, ഞങ്ങളുടെ എഫിഷ്യൻസി സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ എന്ത് ചേഞ്ചസ് ആണ് അവരെക്കാൾ ഒരു പ്രോഗ്രസീവായിട്ട് നമ്മൾ കൊടുക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ, സഡൻ ആയിട്ടുള്ള ഡെലിവറി സംവിധാനം, അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് പോളിസി. ഒരു പ്രോബ്ലം വന്നാൽ റീപ്ലേസ് ചെയ്യാനുള്ള സമയപരിധി, വളരെ സഡൻ ആയിട്ടുള്ള റീപ്ലേസിങ്, വളരെ ഇമോഷണൽ ഫീലിംഗ് ആയിട്ട് അവരായിട്ട് സംസാരിച്ച് ആ പ്രോബ്ലം പെട്ടെന്ന് തന്നെ സെറ്റിൽമെന്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു ബ്രാൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ബ്രാൻഡിലേക്ക് പോകുന്നു. ഈ ബ്രാൻഡ് ഇത്തിരി പ്രൈസ് കൂടിയാലും ഇവരുടെ സർവീസ് ബെസ്റ്റാണ്, ബെറ്റർ ആണ്, ആ ഒരു തോന്നൽ കസ്റ്റമറിൽ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ പ്രോഡക്റ്റിന്റെ വാല്യൂ അവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കസ്റ്റമർ ഫീഡ്ബാക്ക് അല്ലെ, അങ്ങനെ ഇല്ലേ? ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ആ കസ്റ്റമർ, ഹാപ്പി കസ്റ്റമർ, നിരവധി അനവധി ഹാപ്പി കസ്റ്റമേഴ്സിനെ ഞങ്ങളുടെ പ്രോഡക്റ്റ് കൊണ്ട് മാർക്കറ്റിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കസ്റ്റമർ ഫീഡ്ബാക്കുകൾ നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കണം. അത് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ റൈറ്റപ്പ് ആയിട്ടോ നമുക്ക് ആ യൂസ് ചെയ്ത കസ്റ്റമറുടെ, എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ ഫീഡ്ബാക്കുകൾ വളരെ ബെസ്റ്റ് ആയിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടിയിരിക്കുന്നത് ഒരു 2000 ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 2000 രൂപയുടെ വ്യത്യാസമാണ് നിങ്ങളുടെ പ്രൈസ് ഹൈക്ക് ചെയ്തിരിക്കുന്നത്. ഈ 2000 രൂപ ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് ആഫ്റ്റർ സർവീസ്, കംപ്ലൈൻറ്റ് വന്നാൽ വളരെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്ത് തരുന്നു. വന്നു കഴിഞ്ഞാൽ, കംപ്ലൈൻറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വളരെ സഡൻ ആയിട്ട് തന്നെ അടുത്ത പ്രോഡക്റ്റ് ഷോറൂമിൽ നിന്ന് കൊണ്ടുപോകാം. അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലൈൻറ്റ് നോക്കാൻ സർവീസ് എഞ്ചിനീയർ വന്ന് ടെക്നീഷ്യൻ ചെക്ക് ചെയ്തിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രോഡക്റ്റ് തരൂ എന്നുള്ള സ്ട്രാറ്റജി നമുക്കില്ല. അങ്ങനെ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ 2000 രൂപ, അപ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഈ 2000 രൂപ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഒരു വർഷം 365 ദിവസം, 365 ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2000 രൂപ ഡിവൈഡ് ചെയ്ത് അങ്ങനെ കുറച്ച് മൈന്യൂട്ടായിട്ട് ഒരു കസ്റ്റമർ എടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ നമുക്ക് അവർ പറയുകയാണ് ഇത് 200 രൂപ കൂടിയിട്ടുണ്ട്, 200 രൂപ ഇവിടെ ചെറിയൊരു ഹൈക്ക് വന്നിട്ടുണ്ട്, 200 രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ്, ഞങ്ങളുടെ പ്രോഡക്റ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ മിക്സി കൊണ്ടുപോവുകയാണെങ്കിൽ, ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ കൊണ്ടുപോവുകയാണെങ്കിൽ, ഞാൻ ഏത് കൺസ്യൂമർ പ്രോഡക്റ്റ്, ഏത് ടൈപ്പിലുള്ള സർവീസോ പ്രോഡക്റ്റോ ആവട്ടെ, ഒരു മാസത്തിൽ 200 രൂപ വെച്ച് സാറ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രിസിറ്റി കാശ് 200 രൂപ വ്യത്യാസം തന്നെ വരികയാണെങ്കിൽ 12 മാസം കൊണ്ട് ഏകദേശം 2400 രൂപ ആണ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ആയിട്ട് കൂടുതൽ വരും. 200 രൂപ വെച്ച് കൂടുകയാണെങ്കിൽ പോലും 2400 രൂപ അധികം ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് വരും. അങ്ങനെ പ്രസന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രോഡക്റ്റിന്റെ മൂല്യം വളരെ കൃത്യമായിട്ട്, വളരെയധികം അവർക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവരെടുത്ത് അത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഒരു സെയിൽസ്മാൻ വളരുമ്പോൾ അവിടെ സെയിൽസ്മാൻഷിപ്പ് ഉണ്ടാകുന്നു. എന്താണ് സെയിൽസ്മാൻഷിപ്പ്? ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ് അത് അർഹിക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് കൊടുത്ത് അവരെ ഹാപ്പി ആയിട്ട്, സാറ്റിസ്ഫൈ ആയിട്ട് ആ പ്രോഡക്റ്റുമായിട്ട് അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിലും, ഒരു ഡീലർ ആണെങ്കിലും, ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിലും, ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഏത് മേഖലയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ, അങ്ങനെ വാല്യൂവിനെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടാവണമെങ്കിൽ
ആ പ്രോഡക്റ്റിനെ ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കണം, ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. ഈ ലോകത്ത് ഏറ്റവും പരമപ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്, ഒരു ഇമോഷണൽ ഫീലിംഗ് എന്ന് പറയാം, ട്രസ്റ്റ്, വിശ്വാസം. ഈ ലോകവും ഈ മനുഷ്യരും എല്ലാവരും പ്രോഡക്റ്റും ബിസിനസ്സും എല്ലാം നിൽക്കുന്നത് എന്തിലാണ്? ആ ഇമോഷണൽ ഫീലിങ്ങിലാണ്, ട്രസ്റ്റ്. ആ നമ്മുടെ പ്രോഡക്റ്റിനെ അത്രമാത്രം ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ ടിക് ടിക് എന്നുള്ള ആ ഒരു വോയിസിലും നമ്മുടെ പ്രോഡക്റ്റ് അത്രമാത്രം നമ്മുടെ പ്രോഡക്റ്റിനെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ടച്ച് വരുന്നത്, വോയിസ് വരുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഭാഷയിലായിരിക്കണം. അങ്ങനെ വരുമ്പോൾ അത്രമാത്രം ട്രസ്റ്റ്, വിശ്വാസം, വാല്യൂ നമ്മുടെ പ്രോഡക്റ്റിൽ നമുക്ക് കാണാൻ ശ്രമിക്കുമ്പോൾ ഏത് പ്രൈസ് ഹൈക്ക് ചെയ്താലും കൃത്യമായ പ്രസൻറ്റേഷനിലൂടെ, ബെസ്റ്റായ സെയിൽസ്മാൻഷിപ്പിലൂടെ കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. എത്ര പ്രൈസ് കൂടിയാലും കാര്യങ്ങൾ വളരെയധികം ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്ത് ബഹുമാനിച്ച് പ്രോഡക്റ്റിന് ക്വാളിറ്റി അതിൻ്റെ വാല്യൂ കൂട്ടിയിട്ടുണ്ട്, എന്തൊക്കെ സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ പ്രോഡക്റ്റ് പ്രൈസ് കൂട്ടുമ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വാളിറ്റിയുടെ സ്ട്രാറ്റജി, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്ത എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കണം. എന്ത് ക്വാളിറ്റിയാണ് നമുക്ക് അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്? ആ ഒരു വഴിയിലൂടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാൻ ഉറപ്പായിട്ടും ഡെഫിനറ്റായിട്ടും എത്ര പ്രൈസ് ഹൈക്കിലാണെങ്കിലും സാധിക്കും എന്ന് വിശ്വസിക്കുക. ആ വിശ്വാസം ഉറപ്പായിട്ടും കസ്റ്റമറുടെ അടുത്ത് പ്രകടിപ്പിക്കാനുള്ള ആ എബിലിറ്റിയിലേക്ക്, ആ ഇൻ്റർ പേഴ്സണൽ സ്കില്ലിലേക്ക് നിങ്ങൾക്ക് വളരാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.